ഹലോ, ഇന്ന് നമ്മൾ ചെയ്യണത് ഐബ്രോസ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പുരികത്തിൽ ഇങ്ങനെ കുറേ ഗ്യാപ്പും കാര്യങ്ങളുള്ളവർക്ക് ഈസി ആയിട്ട് എങ്ങനെ അത് കവർ ചെയ്യാം എന്നാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുകയാണെങ്കിൽ എന്തായാലും എല്ലാവർക്കും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമ്മളിതിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ജെൽ ഐലൈനറും ഉണ്ട് ഇതിൽ, അതുപോലെ തന്നെ ഒരു ഐബ്രോ പൗഡറും ഉണ്ട്. അപ്പം നമ്മൾ ഈ പൗഡർ വെച്ചിട്ടാണ് ഇത് ചെയ്യണത്. ഇതാണ് കേട്ടോ അതിൻ്റെ പൗഡർ. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ പോണ ഐബ്രോസ്. ഇതിലിപ്പോൾ കുറേ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ബ്രഷിൽ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് ഈ സെൻറ്റർ ഭാഗത്താണ് ലൈൻ കൊടുക്കുന്നത്. അതിന് ശേഷമാണ് ഐബ്രോസിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തേക്ക് ഷേപ്പ് ചെയ്യണത്. എന്നിട്ട് വാൽ ഭാഗത്ത് നമ്മൾ കുറച്ച് ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. അതിലുള്ള എക്സ്ട്രാ പൗഡർ, അതായത് ബ്രഷിലുള്ള എക്സ്ട്രാ പൗഡർ വെച്ചിട്ടാണ് മേൽഭാഗത്ത് നമ്മൾ ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേ പ്രൊഡക്റ്റ് ഇങ്ങനെ അതിൽ നിന്ന് എടുത്തുകൊണ്ടിരിക്കരുത്. ബ്രഷിലുള്ള എക്സ്ട്രാ പൗഡർ വെച്ചിട്ട് തന്നെ പരമാവധി ലൈൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഈ ടൈമിൽ ബ്രഷിൽ തീരെ പൗഡർ ഇല്ലെങ്കിൽ മാത്രം കുറച്ചും കൂടി പൗഡർ എടുക്കുക. അധികം ഷെയ്ഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഒരു നാച്ചുറൽ ലുക്കിലേക്ക് എത്തുള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ വേണം കേട്ടോ നമ്മൾ പൗഡർ എടുക്കാനായിട്ട്. ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒന്ന് തട്ടിക്കുടയുക. എന്നിട്ടിപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത പോലെ തന്നെയാണ് ലൈൻസ് കൊടുക്കണത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ചും കൂടി ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഷെയ്ഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതായത് ഫേസിൽ ഇപ്പോൾ ഒരുപാട് മേക്കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഒരുവിധം ബ്ലാക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നുള്ളൂ. പിന്നെ ഒട്ടും മേക്കപ്പ് ചെയ്യാത്തവരാണെങ്കിൽ മാത്രം ഇപ്പോൾ നമ്മൾ ആദ്യം ചെയ്തില്ലേ അതേപോലെ ചെയ്തിട്ട് ആ ഒരു സ്റ്റേജ് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. അല്ല കുറച്ചും കൂടി മേക്കപ്പ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഐബ്രോസ് ഷെയ്ഡ് ചെയ്യാം. പിന്നെ നമ്മുടെ ഫേസിലെ മേക്കപ്പ് അനുസരിച്ചിട്ട് വേണം നമ്മളിത് ഷെയ്ഡിങ് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ നോർമലായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതാണ് അവർക്ക് ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഷെയ്ഡ് വെച്ചിട്ടാണ് കേട്ടോ. ബ്രൗൺ ഷെയ്ഡിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഐബ്രോസും സെൻറ്റർ ഭാഗത്ത് തന്നെ ലൈൻസ് കൊടുക്കുക. താഴെ ചെയ്ത പോലെ തന്നെ മേലെയും സെൻറ്റർ ഭാഗത്താണ് നമ്മൾ ലൈൻ സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ ഇതിൻ്റെ ഒരു സെൻറ്ററിൽ വരുന്ന ഷേപ്പ് ഭാഗത്ത് കുറച്ച് മേലേക്ക് ഉയർത്തി ഒരു ലൈൻ കൊടുത്താൽ നല്ലതാണ്. അപ്പോൾ കുറച്ച് ഷേപ്പുള്ള ഒരു ഐബ്രോസ് ആയിട്ട് തോന്നും. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മളിത് രണ്ടാമത് പ്രൊഡക്റ്റ് എടുത്തിട്ടില്ല ലൈൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റിൽ നമുക്ക് ഇത്രയും ലൈൻസ് കൊടുക്കാൻ പറ്റി. ഇനി ഉള്ളിൽ കവർ ചെയ്യണമെങ്കിൽ മാത്രം കുറച്ചും കൂടി നമുക്ക് പൗഡർ എടുക്കാം. അത് ചെറിയ രീതിക്ക് കുറച്ച് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇത് കവർ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ബ്രഷ് അമർത്തി പിടിച്ചിട്ടല്ല ചെയ്യണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ഉള്ളിലിങ്ങനെ കൊടുക്കണേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കണം. ഈ പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടിയൊരു ബ്രഷാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാഫ് ആദ്യമാണ്. എനിക്ക് ഈ ഐബ്രോസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. ചേച്ചി പൗഡർ വെച്ച് ചെയ്യണതാണോ പെൻസിൽ വെച്ച് ചെയ്യണതാണോ ഇച്ചിരിയും കൂടി നല്ലത്? പൗഡർ വെച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് ഉണ്ടാവും. മറ്റേത് ചെറിയ കുട്ടികൾക്ക് വരച്ച പോലെ തോന്നും. എനിക്ക് പൗഡർ വെച്ച് ചെയ്തപ്പോൾ ഞാൻ ചെയ്യണേക്കാളും ഇച്ചിരിയും കൂടി ഇഷ്ടമായി. ഇപ്പോൾ നമ്മളിവിടെ കാണിച്ച വീഡിയോയിൽ നമ്മൾ ബ്രൈഡലിന് ചെയ്യുന്ന ഒരു മെത്തേഡല്ല കേട്ടോ. ഇതിപ്പോൾ നോർമലായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. ജോലിക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ഐബ്രോസ് കവർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഒരു ചെറിയൊരു മെത്തേഡാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തനീസ് 2014 എന്ന വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.